ഹലോ. നമ്മൾ ഒരു ക്രോഷ്യ ഫ്ലവർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലെറ്റർ സി വരെയുള്ള ഫ്ലവേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ലെറ്റർ ഡി ആണ്. അപ്പോൾ ഡി വെച്ചിട്ട് ഏത് ഫ്ലവർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഡി വെച്ചിട്ട് ഡാലിയ ഉണ്ട്, ഡഫോഡിൽസ് ഉണ്ട്, ഡെയ്സി ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഫ്ലവർ ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം ഞാൻ ഫ്ലവർ ഫിക്സ് ചെയ്തു. ഞാൻ ഡഫോഡിൽസ് ആണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞാനൊരു ഡഫോഡിൽ ഫ്ലവർ ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, അതായത് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഗതിയുണ്ട്. ഇതാ ഈ ഒരു ഫ്ലോറൽ വയർ നമുക്ക് വേണം. എൻ്റെ ഇത് ഉണ്ടായിരുന്നില്ല, ഞാനതപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് അതെൻ്റെ കൈ കിട്ടിയത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫ്ലോറൽ വയർ വെച്ചിട്ടും കൂടെ ഡഫോഡിൽസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. നിങ്ങൾക്ക് ക്രോഷ്യ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രോഷ്യ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. ഈ ഒരു ക്രീം കളറിലെ അക്രിലിക് ആണ്, പിന്നെ 2.5 mm ക്രോഷ്യ ഹുക്കും യൂസ് ചെയ്തിട്ടാണ് ഞാൻ പെറ്റൽസ് ചെയ്യുന്നത്. നമുക്ക് മൊത്തം 6 പെറ്റൽസ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പെറ്റൽസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലോറൽ വയർ വെക്കാതെ ചെയ്ത പെറ്റൽസ് ആണ് കേട്ടോ ഇത്. അപ്പം നമുക്കിനി ഇതൊക്കെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഫ്ലോറൽ വയർ വെക്കാത്തതിൻ്റെ ഒരു വ്യത്യാസം ഈ ഫ്ലവർ അറിയാനുണ്ട് കേട്ടോ. കാരണം അതിനൊരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുന്നില്ല. പക്ഷേ ക്രീം കളർ ഞാൻ വെച്ച് ചെയ്തിട്ടുള്ള ഈ ഫ്ലവർ ആണെങ്കിൽ അത്യാവശ്യം ഷേപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ.